യഹൂദ മതനേതാക്കന്മാരാലും പടയാളികളാലും പിടിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് യേശു ശിഷ്യന്മാരുമായി ഗെത്സമനിലെത്തി പ്രാർത്ഥിച്ചു എന്ന് മത്തായി 26:36 നാം വായിക്കുന്നു. പ്രാർത്ഥിക്കാത്ത വിശ്വാസി ശ്വാസം നിലച്ച ശരീരം പോലെ എന്നാണ് മാർട്ടിൻ ലൂഥർ പറഞ്ഞത്. പരീക്ഷാവേളയിൽ യേശു വേറിട്ട് പോയി പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നു. വേറിട്ട്, ബീയിങ് സെപ്പറേറ്റഡ്, തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ്, കൂട്ടത്തിൽ നിന്നൊഴിഞ്ഞ് എന്നെല്ലാം അതിനെ പര്യായമായി പറയാം. വിഷയങ്ങൾ നമ്മെ ഞെരുക്കുമ്പോൾ, നാളെക്കുറിച്ചുള്ള ഭയം നമ്മെ അലട്ടുമ്പോൾ ഒരു ദൈവവേദന ആദ്യം വേണ്ടത് വേറിട്ട, തിരക്കൊഴിഞ്ഞ, ദൈവവുമായി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരിടം കണ്ടെത്തുക എന്നുള്ളതാണ്. യേശു വേറിട്ട് പോയി പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ പുരുഷാരത്തെ വിട്ട്, തിരക്കേറിയ ശുശ്രൂഷകൾ വിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടവുമായി ഗെത്സമനയിലെത്തി. നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, പ്രാർത്ഥനയിൽ നിന്ന് അകറ്റിക്കളയുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, സ്ഥലങ്ങൾ എന്നിവയിൽ നിന്ന് വേറിട്ട് ഒരു സ്ഥലം കണ്ടെത്തി പ്രാർത്ഥനയ്ക്കായി സമയം ചിലവഴിക്കുക. രണ്ടാമതായി, പരീക്ഷാവേളകളിൽ ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കുക. സീക്ക് ഗോഡ്സ് വിൽ ഡ്യൂറിംഗ് ദ ടൈംസ് ഓഫ് ട്രബിൾസ്. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്നാണ് യേശു പ്രാർത്ഥിച്ചത്. മനസ്സ് കലുഷിതമാകുമ്പോൾ, എന്തു പ്രാർത്ഥിക്കണമെന്നറിയാതിരിക്കുമ്പോൾ ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കാനാണ് ഈ വേദഭാഗത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവഹിതത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളുടെ മേൽ ദൈവശക്തി വെളിപ്പെട്ടു വരും. പരീക്ഷകളെ അതിജീവിപ്പാൻ, ബലഹീനതയിൽ ബലമുണ്ടാകാൻ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മെ സഹായിക്കട്ടെ.